ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരാളെയും മനഃപൂർവ്വം ദ്രോഹിക്കാവുന്ന ഒരു വീഡിയോയും ഇതുവരെ ചെയ്തിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടേ ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനിടയിൽ ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും നിശബ്ദരായിരിക്കുന്നു, ഓടി ഒളിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും അമർഷം കൊണ്ട് ചോദിച്ചു. കാരണം എന്ത് കാര്യമുണ്ടായാലും ഈ രണ്ട് നടന്മാർ പ്രതികരിക്കുന്നതാണത്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് പോലും പ്രതികരിക്കാതെ ഒളിച്ചോടി എന്ന അർത്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണത്. അങ്ങനെ പറഞ്ഞാലെങ്കിൽ ഇവർ പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണത്. അങ്ങനെ പറഞ്ഞു. അത് 10 12ാമത്തെ ദിവസം രണ്ടുപേരും വാ തുറന്നു കഴിഞ്ഞു. വളരെ സന്തോഷം. നമ്മളൊക്കെ ചില വീഴ്ചിലിനൊക്കെ പോയിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരുന്ന പോലെ. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചികിത്സകളൊക്കെ ഉണ്ടല്ലോ എന്ന പോലെ അതെല്ലാം കഴിഞ്ഞിട്ടെന്ന പോലെ രണ്ടുപേരും സന്തോഷവാന്മാരായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. സന്തോഷം. ആ തിരിച്ചു വന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം, മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു കുറേ ഇരട്ടി സന്തോഷവും എനർജറ്റിക്കായി തീർന്നിരിക്കുക. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്രയും, അതായത് തീരെ പിശുക്കില്ലാത്ത മോഹൻലാലിനെ പുകഴ്ത്തി സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് എല്ലാം ത്യജിച്ച ജീവിതമാണ് മോഹൻലാൽ എന്നുവരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ ശക്തി കിട്ടാതിരിക്കും? അപ്പോഴും ഞങ്ങൾ ചോദിച്ചു, മോഹൻലാൽ മാത്രമേ ഉള്ളൂ, മമ്മൂട്ടി പറയാത്തത് എന്താ? കാരണം മമ്മൂട്ടി CPM-ൻ്റെ സഹയാത്രികരാണ്, കൈലടിയുടെ ചെയർമാനാണ്, മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ള ആളാണ്. അങ്ങനെയുള്ള മമ്മൂട്ടിയെക്കുറിച്ചൊന്നും പറയാതെ മോഹൻലാലിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണത്. ഇത് ഞങ്ങൾ മാത്രം പറയണമല്ല, പൊതുവേ സംസാരമുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ രണ്ടുപേരും വീണ്ടും സജീവമായി വന്നിരിക്കുന്നു. ഇങ്ങനെ നടന്നതിൽ ഖേദമുണ്ടെന്ന് പറയുകയും പറയാതിരിക്കുകയും അങ്ങനെയുണ്ടല്ലോ. ഈ വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറഞ്ഞ പോലെ അവർ പറയും, ഇത് എല്ലായിടത്തും നടക്കുന്ന പോലെ സിനിമയിൽ നടക്കുന്നുള്ളൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ചിലർ ഞാനായിട്ട് സംസാരിച്ച് പറഞ്ഞു, അതെന്താ മോഹൻലാൽ അങ്ങനെ പറഞ്ഞേ? അതിനർത്ഥം മലയാള സിനിമയിൽ നടക്കുന്നത് പോലെ തന്നെ മറ്റു രംഗങ്ങളിൽ നടക്കുന്ന ആരെങ്കിലും ഒരു കേസ് കൊടുത്താൽ മോഹൻലാൽ അതിന് കോടതി കയറേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള. കേസ് കൊടുക്കുന്നവർ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുമോ, അത് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. മോഹൻലാൽ ഇപ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കണമെന്നില്ല. ഇത് പെരുപ്പിച്ച് കാണിക്കാതെ അവിടെ പിന്നെയും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് അത്രയും ഇനിയെങ്കിലും സജീവമാകൂ, ഇതെല്ലാം മറക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറക്കൂ എന്ന് പറഞ്ഞാൽ പോറലേറ്റ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ പോറൽ എങ്ങനെ മാറും നടന്നിട്ടുണ്ടെങ്കിൽ, അതും ഞങ്ങൾ പറയാം. നടന്നിട്ടുണ്ടെങ്കിൽ ആ പോറലുകൾ എങ്ങനെ മാറും എന്നുള്ളതാണത്. ഞാൻ അവരുടെ കാഴ്ചപ്പാടിലേക്കോ അവരുടെ ചോദ്യം ഒന്നും കടക്കുന്നില്ല. കാരണം അതൊക്കെ തെളിയിക്കേണ്ടത് കോടതി പോവുകയാണെങ്കിൽ തെളിയിച്ചോട്ടെ. നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ സ്ത്രീത്വത്തെ അവമാനിക്കുന്നില്ല, പുരുഷത്വത്തെ ആരെയും അവമാനിക്കുന്നില്ല. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ 12 വർഷം തുടർച്ചയായൊരു പങ്ക്തിയുണ്ട്, അപരലോകം എന്നുള്ളൊരു പങ്ക്തി. അത് സിനിമാ മംഗളത്തിൽ തുടർച്ചയായിട്ട് വന്ന് ഒരു ഹോട്ട് സാധനമായിരുന്നു ആലോചിക്കുന്നത് എല്ലാ കമ്പോളും. അന്ന് പേര് പറയാതെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ സൂചന നൽകിയിരുന്നു. അന്നൊക്കെ പരിഹസിച്ചവരുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞത് അതേപടി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു മാറ്റവുമില്ല. അന്ന് എഴുതിയതിൻ്റെ 5% പോലും ഇന്നിവിടെ വന്നിട്ടില്ല എന്നാലോചിക്കണം. അത്രമാത്രം ഭീകരത സിനിമാ രംഗത്ത് അത്രമാത്രം ഭീകരത നടന്നിട്ടുണ്ട്, ഭീകര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണമില്ല. ചിലർക്ക് താല്പര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. മാത്രമല്ല 10-25 വർഷം മുമ്പുള്ള സംഭവങ്ങളാണ്. ഇപ്പോഴും നമ്മൾ പറയും, ഇപ്പോഴും സത്യത്തിൽ സിനിമാ രംഗത്ത് കുറേ, അതായത് സ്ത്രീകൾ ഇതുമാതിരി വേട്ടയാടിയ ഒരു വിഭാഗം ഉണ്ടെന്നായിരിക്കണം. ഇപ്പം എല്ലാവരും അങ്ങനെയെന്നുള്ളതല്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. അതിൽ ചിലരെന്ന് പറഞ്ഞാൽ അവരെ കുത്തകയാക്കി തീർന്നിരിക്കുന്ന സിനിമ എന്നാലോചിക്കണം. അവരൊക്കെ ചില സ്ത്രീകൾ അവരെക്കുറിച്ച് പറയുമ്പോൾ എന്താ ഇവരുടെ പേര് പറയാത്തത് എന്ന് ചോദിച്ച നടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറയേണ്ടതാണെങ്കിൽ നിങ്ങൾ പറയുക, അത് ഞങ്ങളുടെ ജോലിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിയും മോഹൻലാലും സജീവമായി എന്ന് പറയുമ്പോൾ ഇവരാരെയാണ് പേടിച്ചിരുന്നെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ എന്താ മറുപടി പറയുക? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളല്ലതൊന്നും മറുപടി പറയേണ്ടത് നിശബ്ദരായിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത മോഹൻലാൽ, വാക്കുകൾക്ക് തീരെ പഞ്ഞമില്ലാത്ത മമ്മൂട്ടി, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ വളരെ നമ്മളെന്താ പറയുക, മോഹൻലാലിൻ്റെ ഈ പത്രക്കാരുടെ മുമ്പിലുള്ള ഇൻ്റർവ്യൂവും ചോദ്യവും ഞാൻ കണ്ടു. എന്ത് പറ്റി മോഹൻലാലിന്?
പറയാനില്ല. പറഞ്ഞത് തന്നെയാണത്. കാരണം നമ്മൾ ഒരു പറയുകയാണെങ്കിൽ ഇത്രമാത്രം വാക്കുകൾക്ക് പരിമിതിയുണ്ടോ, അറിവില്ലേ, ആ രീതിയിലേക്ക് മോഹൻലാൽ പോയി. എന്തുകൊണ്ടങ്ങനെ പോയി എന്നുള്ളതാണ്. നമുക്കറിയാം സഹപ്രവർത്തകരെ ആരായാലും ഒരു പ്രസ്ഥാനത്തിന് സഹപ്രവർത്തകർ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ സഹപ്രവർത്തകർ സംരക്ഷിക്കും. രാഷ്ട്രീയം ഓരോ രംഗത്ത് എവിടെയൊക്കെ രംഗമുണ്ടോ അവിടെയുള്ളവരെ സംരക്ഷിക്കുന്ന പോലെ തന്നെയാണ് ചിലരെ ഇവർ സിനിമയിലും സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ ഒരു സത്യമാണത്. ഇതിനി നമ്മൾ കുളമാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി സംഭവിക്കാതെ നോക്കുക. സംഭവിക്കാതെ നോക്കുമ്പോൾ വേറൊരു അന്വേഷണം കൂടി വരാൻ പോകുമെന്ന് ആലോചിക്കണം. കാരണം രാധിക പുറത്ത് വിട്ടൊരു ഉണ്ട്, ഉഷവല്ല അല്ലേ? അതുമാതിരി അങ്ങനെ അറിയാവുന്ന പല നടികളത് പറഞ്ഞിട്ടില്ല. ആ കാരവൻ സംസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന സ്ത്രീകളോട് കാണിക്കുന്ന അപമര്യാദ എന്നല്ല വാക്ക്, ക്രൂരമായ കാര്യങ്ങൾ ഇല്ലേ? അത് ഒരാൾ കാണുക മാത്രമല്ല, അത് ഈ തമക്ക് ഇഷ്ടമുള്ള ആൾക്കാരും കൂടി കണ്ടിട്ട് എൻജോയ് ചെയ്യുക. എന്തുവാ എൻജോയ് ചെയ്യണത്? ഒരു സ്ത്രീ ഡ്രസ്സ് മാറുന്നു മറ്റൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുക എന്ന് ആലോചിക്കണം. അങ്ങനെ ചെയ്തവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്ന് ആലോചിക്കണം. അതവർ ചോദിച്ചോളൂ. സ്ത്രീകൾ കുറച്ച് പേരെങ്കിലും സജീവമായി വരട്ടെ എന്നുള്ളതാണ്. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ടത്, മമ്മൂട്ടിയും മോഹൻലാലും ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അമ്മ എന്ന സംഘടന ഇപ്പോൾ സത്യത്തിൽ അതിനൊരു നാഥനില്ല, കളരിയായി തീർന്നിരിക്കുന്നു. അതിനൊരു അടുക്കും ചിട്ടയും വേണം എന്നുള്ളതാണ്. അടുക്കും ചിട്ടയെന്ന് വെച്ചാൽ അമ്മ പോലൊരു സംഘടന ഇവിടെ വേണം. അത് വേണ്ടാന്ന് വെക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ട് കുറേ കലാകാരന്മാർക്ക് ഗുണമുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ശക്തമായ ഒരു സംഘടനയായിട്ട് അമ്മയുടെ പുതിയ കമ്മിറ്റി വരുമ്പോൾ അത് പഴയത് പുതിയത് ചെറുപ്പം പ്രായം അങ്ങനെയൊന്നുമില്ല. സ്വഭാവശുദ്ധിയുള്ള കുറച്ച് പേരെങ്കിലും, അത്രയും പറയുന്നുള്ളൂ, സ്വഭാവശുദ്ധിയുള്ള കുറച്ച് പേരെങ്കിലും ഈ അമ്മ ഇനി പുതിയ ഭാരവാഹികളെടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൽ നിന്ന് ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒറ്റയടിക്ക് മാറിയിട്ടൊരു കാര്യമൊന്നുമില്ല. മമ്മൂട്ടിയും മോഹൻലാൽ എന്തായാലും ആ സംഘടനയിൽ വേണം, സജീവമായി ഉണ്ടായിരിക്കും. കാരണം പ്രായപൂർത്തിയെത്തിയാൽ നിങ്ങളെ ഉപദേശിക്കാവുന്ന ചില ആൾക്കാരാണെന്ന്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാറി നിന്നുകൊണ്ട് ആ സംഘടനയെ പുതുക്കിക്കൊണ്ട് പോകാൻ വിശ്വാസം എനിക്കില്ല. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നിയമിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ തന്നെ നോക്കൂ, ഇത് കുറച്ചും കൂടി സ്വഭാവശുദ്ധിയുള്ളവരെ, എടുത്തുചാട്ടക്കാരും വേണ്ട, കാര്യങ്ങൾ ഭംഗിയായിട്ട് കമ്മിറ്റി കൂടുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കണം നല്ലതാണ്, അല്ലാണ്ട് പുറത്തല്ല പറയണമെന്ന് ആലോചിക്കണം. അങ്ങനെ ആരെയും സംരക്ഷിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുമെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങളും അങ്ങനെ ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ പലരെയും സംരക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു വ്യക്തമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഹേമ കമ്മിറ്റിയുടെ ചില പേജുകൾ ഹൈക്കോടതിയിലേക്കും എത്താതിരിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നത്. ആ പേരുകൾ ഒരു കാരണവശാലും എത്തില്ല മനസ്സിലായി. അപ്പോൾ അത് എത്തില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അതിൽ 5 പേജിൽ ഉൾപ്പെട്ടിരുന്ന മഹാരഥന്മാരുടെ പേരുകളെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സന്തോഷം ഇപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കും. ഇവരോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നടി ശാരദ 3 പ്രാവശ്യം ഉർവശി പട്ടം നേടിയിട്ടാണ്. 2 പ്രാവശ്യം മലയാളത്തിൻ്റെ ഉർവശി പട്ടം നേടിയിട്ടില്ല, 3 പ്രാവശ്യം ഉർവശി പട്ടം നേടി, പാർലമെൻറ്റ് മെമ്പറായി, രാഷ്ട്രീയക്കാരിയായി. അങ്ങനെ മലയാളത്തിൻ്റെ പ്രിയപുത്രിയായിട്ടുള്ള ശാരദയാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ ഒരാളുണ്ടായിരുന്നു ആലോചിക്കണം. അവരിപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് 6 വർഷം മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ഈ കമ്മിറ്റി സമർപ്പിച്ച ഈ രേഖയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്? എന്തൊരു മണ്ടത്തരമാണ് ഈ പറഞ്ഞത്. ഈ രേഖയുണ്ടാക്കൽ എന്തിനാ? ഇതിൽ എന്തെല്ലാം നടന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നടന്നു എന്നറിഞ്ഞ് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അതല്ല ആ രംഗത്ത് എന്തെങ്കിലും കുറേയും കൂടിയും പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഉണ്ടാക്കിയോ സാധനം. ഇത് വെച്ച് പൂട്ടി അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാതെ ഇഷ്ടമുള്ള രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. ശാരദ മെമ്പറായിരുന്നു, ശാരദയോട് ചോദിച്ചാൽ മറന്നുപോയി എന്ന് പറയും. അതിനർത്ഥം എന്താ? അതിൽ ആ റിപ്പോർട്ടിൽ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചാലും അത് ശാരദയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. ശാരദ മറന്നു എന്ന് പറഞ്ഞാൽ പോയി. ഇങ്ങനെ മറ്റ് 3 പേരിൽ ഈ 3 പേരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടേ മാറ്റി എഴുതി കോടതിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പരിശുദ്ധ പുണ്യാളന്മാരെ തീർന്നിരിക്കുന്നു. മറ്റൊന്നും കൂടി ശാരദ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇതല്ല പറയേണ്ടത്, വയനാടിനെക്കുറിച്ച് ചിന്തിക്കൂ.
വയനാട്ടിലെ സംഭവങ്ങൾ, കോടികളിലെ നഷ്ടം, മനുഷ്യജീവൻ, ഇത് കഴിഞ്ഞിട്ട് കുറേ നാളുകളായി. അന്നൊന്നും ശാരദ ഈ വയനാടിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ, പറയാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്മാരും നടികളും നിർമ്മാതാക്കൾ അടക്കമുള്ളവർ വാരിക്കോരി തങ്ങളുടെ സമ്പാദ്യങ്ങൾ ഒരു വിഹിതം ഈ വയനാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കൊടുക്കാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ശാരദയുടെ പേരോ വാക്കുകളോ കണ്ടിട്ടില്ല, ഒരു തലോടലോ പോലും കണ്ടിട്ടില്ല എന്നാലോചിക്കണം. ഇപ്പോൾ ആരെ രക്ഷിക്കാനാണ് ശാരദ തനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നത്? എന്തായാലും ഈ 6 വർഷത്തെ ഈ കാര്യത്തിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും ഓർമ്മയുണ്ടാകും. ശാരദ തന്നെ ഇതിൻ്റെ ചില കാര്യങ്ങൾ വേറെ ഏറ്റവും അടുത്ത ആൾക്കാരോട് പറഞ്ഞു എന്നാണ് ഞങ്ങളോട് ചിലരൊക്കെ പറഞ്ഞത്. അതങ്ങനെ ഇരിക്കട്ടെ. തൽക്കാലം നമുക്ക് എല്ലാം നല്ലതിനാകട്ടെ എന്ന് ആഗ്രഹിക്കാം.